ഹായ് ഓൾ വിനാഷ് പ്ലസ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങളായിട്ട് തന്നെ അവശേഷിക്കാറുണ്ട്. പലപ്പോഴും അത് ഒരു ഫലപ്രാപ്തീകരണത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത്? നമ്മുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കാത്തതുകൊണ്ടാണ്. ഈ അടുത്തൊരു ദിവസം ഞാനൊരു കൗൺസിലിംഗ് ക്ലാസ്സിൽ സ്റ്റുഡൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. എന്താവാനാണ് ഇഷ്ടം, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? അപ്പോൾ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് സിവിൽ സർവീസ് ചെയ്യണം, എനിക്കൊരു IAS ഓഫീസറായിട്ട് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് താങ്കളുടെ ആഗ്രഹമാണോ അതോ ഒരു ലക്ഷ്യമാണോ? പറഞ്ഞു, ഇതെൻ്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചു, ഓക്കെ, സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സാറേ +2 ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു ലക്ഷ്യമല്ല, കാരണം ഇതൊരു ആഗ്രഹം മാത്രമാണ്. ഇപ്പം ഏകദേശം ഒരു ക്ലാരിറ്റി വരുന്നില്ലേ, എന്താണ് ഈ ലക്ഷ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസമെന്ന്? ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആവണം, നമുക്ക് എന്തെങ്കിലും നേടണം എന്നുള്ളൊരു ചിന്ത, ഒരു അഭിനിവേശം, അത് മാത്രമാണ് ആഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? ഒന്ന്, നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. സപ്പോസ് ഈ ഒരു ഉദാഹരണം തന്നെ എടുത്താൽ, സിവിൽ സർവീസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ചെയ്തിരിക്കണമെന്നുള്ളതാണ് ഏറ്റവും മിനിമമായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ. പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതിനുണ്ടായിരിക്കണം. കഴിയുമെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ പോയി പഠിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രിലിമിനറി ഉണ്ട്, മെയിൻ ഉണ്ട്, പിന്നെ ഇതിന് ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ആ ഒരു ആഗ്രഹം ലക്ഷ്യമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു ജോലി വേണം എന്നാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ജോലി വേണമെന്നതാണ് ആഗ്രഹം, അത് ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഏത് ജോലിയാണ് വേണ്ടത് എന്നൊരു ക്ലാരിറ്റി അതിനുണ്ടായിരിക്കണം. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് ഈ ജോലി കണ്ടുപിടിക്കാനുള്ള സോഴ്സ്? നമ്മുടെ അടുത്ത് തന്നെ ഏതെങ്കിലും ഏജൻസീസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം. അതെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ലൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണം, അത് എല്ലായിടത്തും കൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള വേസ് നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ്, ജോബ് എന്ന അച്ചീവ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഈ ആഗ്രഹം ഒരു ലക്ഷ്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ആഗ്രഹം നമുക്ക് ലക്ഷ്യമായി കൺവേർട്ട് ചെയ്തത് സാധിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങണമെന്നുള്ളതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സ്ഥലം വാങ്ങാൻ ലോണൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഒരു 80% ഒക്കെയാണ് പലപ്പോഴും നമുക്ക് ലോൺ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എവിടെയാണ് സ്ഥലം വാങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നെക്സ്റ്റ്, ആ ഏരിയയിൽ ലാൻഡിന് വാല്യൂ എന്തുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആ വാല്യൂവിൻ്റെ എത്ര ശതമാനമായിരിക്കും നമുക്ക് കിട്ടുക എന്ന് കണ്ടെത്തണം. ഏത് ബാങ്കാണ് നമുക്ക് ലോൺ തരാൻ സാധ്യതയുള്ളതെന്ന് കണ്ടെത്തണം. പിന്നെ നമുക്ക് കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് എന്ത് എക്സ്പെൻസ് ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടെത്തണം. ഇത്തരം ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതിനുള്ള എമൗണ്ട് എത്ര നാളുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ലാൻഡ് സെർച്ച് ചെയ്യാനും അത് വാങ്ങിച്ചെടുക്കാനും. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ലാൻഡ് വാങ്ങണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്, ആഗ്രഹം മാത്രമാണുള്ളതെങ്കിൽ അത് കാലാകാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കും. അതൊരിക്കലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക്, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു കാരണവശാലും ഒരു ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. നമ്മുടെ ആ ഒരു നീഡ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കുള്ളത് ആഗ്രഹമാണോ അതോ ലക്ഷ്യമാണോ? നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ലക്ഷ്യമായി കൺവേർട്ട് ചെയ്യുക. ഓരോരോ സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ എടുത്ത് തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക. അടുത്തൊക്കെയുള്ള ഏജൻസികളുണ്ടെങ്കിൽ ഏജൻസി പോയി രജിസ്റ്റർ ചെയ്യുക.
അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ. പിന്നെ ഓൺലൈൻ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ കയറി നമ്മൾ അപ്ലൈ ചെയ്യുക. ഈവൻ നമുക്ക് വളരെ എമർജൻസി ആണെങ്കിൽ ആദ്യം കിട്ടുന്ന ജോലിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡ്രീം ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ജോബ് കിട്ടുക എന്നുള്ളൊരു ടാസ്കിലേക്ക് അല്ലെങ്കിൽ അതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്ന് എഴുതി വെക്കുക, അതിനുവേണ്ട സ്റ്റെപ്സൊക്കെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ വെക്കുക, നല്ലൊരു തുടക്കം ഇതാവട്ടെ. പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളുടെ കമൻസൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.